അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ ദിവസം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 കപ്പ് തൂക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു പൂജ. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ആദ്യ ദിവസം അഗ്നിപരീക്ഷയുടെ ആദ്യ ദിവസം ഒരു ടാസ്ക് കൊടുത്തിട്ട് അതിൽ പോലും ഒന്ന് എൻ്റർ ആകാൻ സാധിക്കാത്തവരാണോ ബിഗ് ബോസ് സീസൺ 8 കപ്പ് തൂക്കാനായിട്ട് ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്നത്? ആദ്യം ഒന്ന് ഇരിക്കേ, എന്നിട്ട് കാല് നീട്ടിയാ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ള ഡയലോഗുമായിട്ടാണ് മറ്റൊരു പൂജ വന്നത്. സത്യം പറയാം, ആദ്യം മുതലേ സ്മാർട്ടായിട്ടുള്ളവർ നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ച് ഓവർ സ്മാർട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അവരോട് ഓരോ താല്പര്യക്കുറവ് തോന്നുമല്ലോ. അത്തരത്തിലുള്ളൊരു ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ പൂജ. പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തി അങ്ങോട്ട് മുന്നോട്ട് പോകാം. അത് എത്ര കാലം പറ്റും? ഞാൻ തോറ്റുപോയി, എൻ്റെ കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ തോറ്റത്, മറ്റുള്ളവർ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അവർ കള്ളത്തരം കാണിച്ച് ജയിച്ചു, അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. ആദ്യത്തെ ദിവസത്തെ ടാസ്കിൽ അവർ വിജയിച്ചില്ല, തോറ്റുപോയി. അപ്പൊ രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ ദിവസത്തിലാണ് അവർ വന്നിരിക്കുന്നത്. 40 പേരിൽ 20 പേര് ഫസ്റ്റ് ദിവസം, ബാക്കിയുള്ള 20 പേര് രണ്ടാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം എത്തിയ ഉടനെ തന്നെ പറയാ പൂജ, നിങ്ങൾ ആരും ഇവിടെ കളിക്കണ്ട, എന്നാ പിന്നെ കളിയൊക്കെ നിർത്താം, കാരണം പൂജ കപ്പ് കൊണ്ടുപോകും, ഷോ വേണ്ട, ഷോ നടത്തണ്ട. കണ്ടും കേട്ടൊക്കെ നമ്മളെങ്ങനെ ഇരിക്കണം, അവിടെ ജഡ്ജായിരിക്കുന്ന ഇവരൊക്കെ എങ്ങനെ സഹിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അഖിൽമാരാർ വന്ന് പറഞ്ഞു, ആദ്യത്തെ ദിവസം ഗെയിം കയറാൻ പറ്റിയില്ല, എന്നിട്ടാണ് ഇപ്പൊ കപ്പ് തൂക്കാൻ നടക്കുന്നത് നിങ്ങൾ അല്ലേ? ഓ ശരി, നല്ല കാര്യം. ഈ തവണത്തെ ഫുട്ബോൾ ലോകകപ്പ് നേടിയിരിക്കുന്ന ഏത് രാജ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടാണല്ലോ. ആ ലോകകപ്പ് ആ രാജ്യം നേടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു ലോകകപ്പ് വിൻ ചെയ്യണമെങ്കിൽ, കപ്പ് തൂക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവർക്ക് ആർക്കും അതിനുള്ള ആൻസർ പോലും അറിയില്ല. അതിനുള്ള ഈ 10,000 പേരിൽ 40 പേരായിട്ട് തെരഞ്ഞെടുത്തു. ഈ 40 പേർക്ക് അഖിലിന്റെ ആ ഒരു ചോദ്യത്തില്, 40 പേര് വേട്ടെ, 20 പേര്, ഈ 20 പേർക്ക് അഖിലിന്റെ ആ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ അതുപോലും അറിയാത്തവരാണ് ഈ 10,000-40 അല്ലെങ്കിൽ പോട്ടെ 20 എത്തിയിരിക്കുന്നത് അല്ലെ. അഖിലിന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരം കിട്ടാതെ അവർ വന്നിരിക്കുകയാണ്. വ്യക്തമായൊരു മറുപടി ഇല്ല. അഖിൽ മനസ്സിലായി, അഖിൽ തന്നെ പറഞ്ഞു കൊടുത്തു, ആദ്യം നിങ്ങൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നതിൽ യോഗ്യത നേടണം. ആദ്യത്തെ ദിവസം പോലും ടാസ്ക് കളിച്ച് യോഗ്യത നേടാത്ത നിങ്ങളാണോ കപ്പ് തൂക്കാൻ പോകുന്നേ? അടിപൊളിയായിട്ടുള്ള ഒരു ഉത്തരം അഖിലെ കൊടുത്തത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും കപ്പ് തൂക്കാനായിട്ട് എല്ലാവരും കപ്പ് തൂക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ശരിയാണ്, അത് ഈ ഒരു ആഗ്രഹം ഇപ്പോഴല്ല വേണ്ടേ, ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുമ്പോഴാണ് ആ ഒരു ആഗ്രഹം വേണ്ടേ, ലാലേട്ടന്റെ മുന്നിലാണ് ആ ഒരു ആഗ്രഹം പറയണ്ടേ. അല്ലാതെ അഗ്നിപരീക്ഷയിൽ നിങ്ങളൊരു എക്സാം എഴുതാൻ വന്നിരിക്കുക, ആദ്യം അത് പാസ്സാവണം. പരീക്ഷ വിൻ ചെയ്ത് വീടിനകത്തേക്ക് കയറിയിട്ട് സ്വപ്നം കാണും. ഓക്കെ, എന്തായാലും ആദ്യ ദിവസം തന്നെ കപ്പ് ഉയർത്താൻ അല്ലെങ്കിൽ കപ്പ് പൊക്കാൻ വന്നവരെയൊക്കെ അടിച്ചു ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് രാകേഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്തിലെ പാലാരിവട്ടത്തിൽ നിന്ന് വന്നിരിക്കുന്ന രാകേഷാണ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കയറിയിരിക്കുന്നത്. ആള് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇല്ലായിട്ടൊന്നും കളിക്കുന്നൊന്നുമില്ല. പക്ഷേ ആള് ആ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിനകത്ത് ടാസ്ക് വിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അഗ്നിപരീക്ഷയിലെ എന്താ പറയാ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആള് എൻട്രി നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഗെയിമും കളിച്ചില്ല പുള്ളി, പക്ഷേ പുള്ളി കളിച്ചത് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ സ്റ്റേജ് പ്രസൻസ്, ആ ഒരു ഷോ ഒന്ന് ആക്റ്റീവ് ആക്കുക എന്നുള്ളത്, അതാള് ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ജഡ്ജസ്മാരുടെ മനസ്സിൽ ഒരേപോലെ ഇടം നേടാനായിട്ട് രാകേഷിന് സാധിച്ചു. രാകേഷ് ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്, അതായത് സെലക്ട് ആയിരിക്കുകയാണ്. ഓക്കെ, പൂജ ആദ്യം തന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. പൂജനെ എന്താ പറയാ ഓവർ ആറ്റിറ്റ്യൂഡ് ആവാം, പക്ഷെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എല്ലാത്തിനും നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യാം എല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, മനസ്സിലായതുകൊണ്ടായിരിക്കും രഞ്ജനിക്ക് ഭയങ്കര ഭയങ്കര ഓവർസ്മെന്റാണോ നിങ്ങളെന്നൊക്കെ രഞ്ജനി ഒക്കെ എന്താകുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നു. കട്ടക്കൂടാരം എന്താണ് ടാസ്കിന്റെ പേര്. ടാസ്ക് ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഒരു ജോമെട്രിക് രൂപങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടാകും. ബേസ് ആയിട്ട് റെഡ് കളർ വെക്കണം, അതിന് മുകളിലേക്ക് ഓരോ രൂപങ്ങൾ കെട്ടി അങ്ങനെ ബസർ, ബിഗ് ബോസിന്റെ ബസർ കേൾക്കുന്നവരെ അത് അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ഇതിൽ മനോഹരമായി ചെയ്യുക എന്ന് തന്നെയായിരിക്കുമല്ലോ എല്ലാവരും ഉദ്ദേശിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ എന്താ പറയുക അവിടെയൊക്കെ മൊത്തത്തിൽ ആ ഒരു നല്ലൊരു കൊച്ചി വൈബൊക്കെ കൊണ്ടുവന്ന് രസകരമാക്കുന്ന രാജേഷ് എന്നല്ലേ, ഓക്കെ, രാകേഷ് എന്ന് പറയുന്ന ആ ചേട്ടന്റെ ക്യൂബ്സ് മൊത്തത്തിൽ അങ്ങോട്ട് താഴെ വീഴും. തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായത് ആരാ? എല്ലാത്തിനും കുറ്റം പറയുന്ന പൂജ. അങ്ങനെ പൂജയുടെയും മറിഞ്ഞുപോയി, ആ ചേട്ടന്റെയും മറിഞ്ഞുപോയി. അങ്ങനെ
ബസറടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കള്ളത്തിലൊക്കെ കാണിക്കുന്ന മറ്റേ നമ്മുടെ നന്ദകുമാർ എന്നല്ലേ അതെ നന്ദകിഷോർ വിചാരിച്ചു അവരെല്ലാവരും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയാണ്, എന്നെ ആരും ശ്രദ്ധിക്കണില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് കള്ളത്തരൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് മുതൽ ഒരു കള്ളത്തരം പോട്ടെ നോക്കാം. കുറേ കള്ളത്തരം ആകുമ്പോണ്ടല്ലോ ഒരു പൊക്കും അവിടെ, അതിലും വലിയ കള്ളന്മാരായിരുന്നു ഇവര് അവരുടെ സീസണിൽ. അപ്പൊ അവരുടെ മുന്നിൽ ഇപ്പൊ നിങ്ങൾ വന്ന പുതിയതായിട്ട് വന്ന കള്ളന്മാർ കള്ളത്തരം കാണിച്ച് ഇവർ പിടിക്കാതിരിക്കുമോ? അവരിങ്ങനെ നോക്കിക്കാം. അങ്ങനെ വിധി പറയാൻ പോവാണ്. നന്ദകിഷോറിനെ ആദ്യം തന്നെ അവർ പുറത്താക്കി, ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ ഹൗസിൽ നിന്ന് പുറത്താക്കി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നന്ദകിഷോർ ഓരോന്നായിട്ട് ബ്ലോക്കുകൾ എടുത്ത് വെക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്ദകിഷോർ എന്തായിരുന്നു, താഴത്ത് തന്നെ എല്ലാം റെഡിയാക്കി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ട് വെച്ച് സുഖമായല്ലോ. പക്ഷെ അവർ കൈയോടെ പൊക്കി. അത് കഴിഞ്ഞ് പിന്നെ പൂജ, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ് പൂജയ്ക്ക് ഉണ്ടായത്. സ്മാർട്ടൊക്കെയാണ്, പക്ഷേ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു ഷോയിലേക്ക് വന്നത് ഞാൻ ജയിക്കാതിരുന്നത് മറ്റവൻ ഫ്രോഡ് ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു പോലെയാണ് പൂജ കാണിക്കുന്നത്. ഏത് മറ്റേ കരഞ്ഞ പൂജയല്ല, ഇതൊക്കെ അറിയാത്ത തോറ്റ പൂജ. അപ്പോൾ ഈ പൂജ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ആ പൂജയുടെ ആറ്റിറ്റ്യൂഡ് സ്റ്റാർട്ടിങ് മുതൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പൂജേനെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പുറത്താക്കി. എല്ലാത്തിലും വ്യത്യസ്തമായി ഇവർ രാകേഷിനെ സെലക്ട് ചെയ്തു. കാരണം ജഡ്ജസ്മാരെ സോപ്പിടുക അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മനസ്സിൽ ഇടം പിടിക്കണം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ അഗ്നി പരീക്ഷ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3 ജഡ്ജസ്മാരുടെ മനസ്സിൽ ഇടം നേടണം എന്നുള്ളതാണ്. സ്റ്റേജ് പ്രസൻസ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്ത നമ്മുടെ രാകേഷിനെ അവർ ഒന്നും നോക്കില്ല, കണ്ണും പൂട്ടി അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് വൈശാഖ് ആയതുകൊണ്ട് വൈശാഖ് വിചാരിച്ചു നമസ്കരിക്കുന്നത്, താങ്ക്സ് ഫോർ റെഡിയായി നിൽക്കാം ഇങ്ങനെ. പക്ഷേ ആ സമയത്ത് വൈശാഖിനെ അല്ല സെലക്ട് ചെയ്തത്. കാരണം വൈശാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്യൂബ് വയ്ക്കാൻ മറന്നുപോയതാണോ എന്നറിയില്ല, ഒരു ഓറഞ്ച് ക്യൂബ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആളെ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ടാസ്ക് ഗംഭീരമായിട്ട് നടന്നു. ഇതിൽ പൂജയ്ക്ക് നന്ദകിഷോറിന് റെഡ് കാർഡ് കിട്ടി. ആ സമയത്ത് പൂജയുടെ മുഖമൊക്കെ ഒന്ന് കാണേണ്ട കേട്ടോ. ദേഷ്യമൊക്കെ വന്നിട്ട് ഇപ്പം രഞ്ജിനിനെയും എന്താ പറയുക അഖിൽമാരെയും റിയാസിനെ അരച്ച് കലക്കി ജ്യൂസാക്കി കൊടുത്ത ഒരൊറ്റ വലിക്ക് പൂജ അവിടെ കുടിച്ചിറക്കും. അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചുമന്ന് തുറത്തിരിക്കുകയായിരുന്നു ദേഷ്യം വന്നിട്ട്. ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടീമിന്റെ ടാസ്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും